പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ പനിയൊക്കെ കുറച്ച് മാറിയിട്ടാ, ഒത്തിരി ഉഷാറായി. നമ്മളിന്ന് 3 കാര്യങ്ങളാണ് കാണിക്കാൻ പോണത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പുതിയൊരു ക്യാമറ GoPro 10 ദുബായിൽ നിന്ന് തുന്തുരു സമ്മാനമായിട്ട് അയച്ചു തന്നു. അപ്പോൾ ഇതിൽ ഷൂട്ട് ചെയ്തിട്ടില്ല. ഇതാണ് ഒന്നാമത്തെ നമ്മുടെ GoPro 10. കണ്ട അടിപൊളി സാധനമാണത്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തതിൽ ഇങ്ങനത്തെ സാധനങ്ങളിൽ നിന്ന് റിവ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷ വാർത്ത ഇത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ അടുക്കളത്തോട്ടത്തിൽ കാണാത്ത ഒരു കൃഷിയാണ് ഞാൻ കാണിക്കാൻ പോണത്. അനിലേട്ടൻ്റെ ഉള്ളി കൃഷി. ഉള്ളി ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞൊരു ഉള്ളിത്തോട്ടം തന്നെ പറയാം. അടുക്കളത്തോട്ടത്തിൽ ഉള്ളി കൃഷി ചെയ്തിട്ട് അനിലേട്ടൻ ഗംഭീരമായിട്ട് വിജയിച്ചു. അപ്പോൾ അതാണ് കാണിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഈ ഉള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് 9 ദിവസം പ്രായമായിട്ടുള്ള ഉള്ളിന് കേട്ടോ. അതായത് തടം നന്നായി കളച്ചൊരുക്കി അതിൽ ചാണപ്പൊടിയാണ് മെയിനായിട്ട്. അല്ല, ഞാൻ ചാണപ്പൊടിയില്ല അതിൽ മെയിനായിട്ട് ഇട്ടുകൊണ്ടത്. ചാണപ്പൊടിയില്ല മെയിനായിട്ട് ഇട്ടുകൊണ്ടത്. ചാണപ്പൊടി ഇട്ടിട്ട് കൊത്തി ഇളക്കി നല്ല ഇളക്കം കിട്ടിയിട്ട് പിന്നെ ഒരു ഉള്ളി അത് എന്തിട്ട് നല്ല ഉള്ളിയാവണമെന്നില്ല, ഈ നല്ല ഉണങ്ങി ചുക്കിലി പോലത്തെ ഉള്ളി ഓരോന്ന് നട്ട് പോയിട്ടാണ് ഇങ്ങനെയാവണത് കേട്ടോ. അപ്പോൾ ഇത് 9 ദിവസം പ്രായമായിട്ടുള്ളതാണ്. 1 2 3 4 തടം 9 ദിവസം പ്രായമായിട്ടുള്ളതാണ്. ഫുൾ ടൈം നനച്ചു കൊടുക്കട്ടെ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നനച്ചു കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അടിപൊളിയാണ്, നല്ല വളർച്ചയോടെ കേട്ടോ. ഇനി അതിൻ്റെ അപ്പുറത്താന്ന് പറയുന്നത് ഇത് എത്ര ദിവസം പ്രായമായിട്ടുള്ളതാ? ഇത് കണ്ട 40 ദിവസം പ്രായമായിട്ടുള്ളതാണ്. നല്ല ഇതാണ്. ഇതിൻ്റെ കടയ്ക്ക് ആയി വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇല്ല കേട്ടോ. ഇതിൻ്റെ ഒരു കടക്കിൽ ഒരെണ്ണത്തിൻ്റെ 9-10 ഉള്ളി വെച്ചിട്ട് ഓരോന്നിൻ്റെ കടക്കുണ്ടാവും. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ്. കഴിഞ്ഞ കൊല്ലം ചേട്ടൻ വെറുതെ ഒരു രസത്തിന് ചെയ്തതാണ്. ഇപ്പോൾ കൂടുതൽ ചെയ്യണം. ഉള്ളി പിന്നെ എപ്പോഴായാലും നല്ലതാണല്ലോ. പിന്നെ ഇതിൻ്റെ ഉള്ളി മാത്രമല്ല കേട്ടോ, ഇതാണ് ഏറ്റവും മൂപ്പുള്ളത്. ഇത് പറിക്കാറായില്ല. അതിന് മെഴുതിനടയ്ക്കാണ് ഈ ഇത് വേണ്ടത്. ഇപ്പോൾ ഇത് കണ്ട, ഇതിൻ്റെ വലിപ്പം കണ്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ ഇത് എൻ്റെ ഈ കൈസ് കണ്ടേരെ വലിപ്പമുണ്ട് ഇതിൻ്റെ ഹൈറ്റ്. നമ്മുടെ അവിടെ ഇതുപോലെ ഉണ്ടാവണില്ല, എന്താണെന്നറിയില്ല. നമ്മൾ ചെയ്ത് നോക്കിയിട്ട് ഒക്കെ ഒടിഞ്ഞ് വിടുക. ഇത്രയ്ക്ക് നന്നാവണില്ല. പിന്നെ ഇവിടെ നല്ല വെയിലുണ്ട്. ചിലപ്പോൾ അതിൻ്റെയൊക്കെ ആവും കാലാവസ്ഥയും മണ്ണിൻ്റെയും. നമ്മുടെ അവിടെ മണ്ണിന് pH ഭയങ്കര കുറവാണ്. ഇവിടെ pH ചിലപ്പോൾ കൂടുതലായിരിക്കും, അതിൻ്റെ വളർച്ച ഉണ്ടാകും. അപ്പോൾ ഇത് ഒരു 10-15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പറിക്കും. അപ്പോൾ ഞാൻ ഇത് കറക്റ്റ് കാണിച്ചു തരാം. ഇതിൻ്റെ പ്രത്യേകത എന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ഉള്ളി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇറച്ചി കൂട്ടാനാ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വയ്ക്കുകയാണെങ്കിൽ ഇത് അങ്ങനെ തന്നെ അടക്കാം. നമ്മൾ സാധാരണ ഉള്ളി കടയ്ക്കുണ്ടായിട്ടുള്ള സാധനങ്ങളാണ് പറിച്ചിട്ടല്ല ഉള്ളി കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അത് അരിഞ്ഞ് ഇത് ചെയ്യല്, ഇറച്ചിയിലേക്ക് ഇടല്ല ചെയ്യുക. ഇതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുഴുവനായിട്ട് ഇങ്ങനെ പറിക്കും. ഈ ഇലയും ഈ കാട്ടയൊക്കെ അടക്കം ചതച്ച് അതിലേക്കിട്ടിട്ട് വഴറ്റി വെക്കുക. നമുക്കത് ചെയ്യാം. അത് വീട്ടിൽ ഉള്ളി ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും ചെയ്യട്ടെ ഉള്ളി കൃഷി.
അപ്പോൾ ഇത് പറക്കേണ്ട ടൈമായി തുടങ്ങി. ഒരു 10-15-20 ദിവസം കഴിഞ്ഞ് നമ്മൾ പറക്കും. പിന്നെ ഇവിടെ ഉള്ളത് വള്ളിച്ചീരിൻ്റെ അവിടെ വേറെ ഉള്ളി. ഇതാണ് 3 ദിവസം പ്രായമായിട്ടുള്ള ഉള്ളി കേട്ടത്. ഇതൊക്കെ 3-4 ദിവസം പ്രായമായിട്ടുള്ള ഉള്ളിയാണ്. ഈ ഉള്ളിക്ക് അവിടെ 3-5 തടണ്ട്. ഇതിൻ്റെ ഇത് കൂടുതൽ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ചെലവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവല്ലേ. ചെലവില്ല കൃഷി എന്ന് തന്നെ പറയാം. ഇതിന് ചാണപ്പൊടിന് 15 ദിവസം 15 ദിവസം കൂടുമ്പോഴാണ് ഇതിന് വളം ചേർക്കേണ്ടത് അല്ലേ. 3 പ്രാവശ്യം. അത് ഇനി ചാണപ്പൊടി മാത്രമല്ല ഇട്ട് കൊടുക്കുള്ള. എത്ര ദിവസം കഴിയുമ്പോ എല്ലുപൊടിയും ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ പിന്നെ ഇവിടെ ഇത് ഒക്കെ വരുന്നുള്ള കുക്കുംബർ, പിന്നെ കയ്പക്കായ, അതെ. ഇപ്പൊ പച്ചക്കറി കാണുമ്പോ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല ഞാൻ ഇടുക നാടൻ്റെ ടൈമിൽ വണ്ടിയിൽ നിന്ന് വീണു. നമ്മുടെ തൃശ്ശൂർ റൗണ്ടിൽ വെച്ചിട്ട് ബൈക്ക് ഒരു ബസ്സിനെ ചെറുതായിട്ടും തട്ടി. ആ റൗണ്ടിൻ്റെ നമ്മുടെ ഈ റൗണ്ട് സൗത്തില്ലേ അവിടെ ആ മൂലയിൽ ഒന്ന് ഇങ്ങനെ തോട് കുത്തിയിട്ടൊന്ന് വീണു. തോട് കുത്തി വീണ കാരണം ഈ കൈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. കണ്ടാ ഈ കൈക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. ഇതിലേ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. 3 മാസം റെസ്റ്റാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളയ്ക്കാൻ കൈ ഇങ്ങനെയാണ് പൊക്കാൻ പറ്റുക. അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തത് അല്ലചേട്ടൻ മോൻ ഷൂമാക്കറാണ്. കംപ്ലീറ്റ് ചെയ്ത് അല്ലചേട്ടൻ മേൽനോട്ടമായിട്ട് നടക്കും. കാരണം ഈ പണി ചെയ്യാൻ പറ്റില്ല. അതായിരുന്നു ഇത്രയ്ക്ക് ഗംഭീരമായിട്ട് കാണാത്തിട്ട. എന്നാലും ഇപ്പോൾ എല്ലാമായി എന്ന് പറഞ്ഞാൽ ഒക്കെ വളർച്ചേരെ ഇതിലാണ്. ഇപ്പം നേന്ത്ര ഒരു 2 മാസം കഴിഞ്ഞാൽ ഇനി എപ്പോഴെങ്കിലും എന്തിനെങ്കിലും വരുമ്പോൾ കാണാം. ഇതിപ്പോ ഇവിടെ നേന്ത്രവാഴ, കൊള്ളി, പിന്നെ കുക്കുംബർ, പിന്നെ ബാക്കി എല്ലാ സാധനങ്ങളും ഇവിടെ ഉള്ള സാധനങ്ങളും ഒക്കെ വരുന്നു മാത്രം. പിന്നെ ഇവിടുത്തെ ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഈ 3-ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് പറമ്പിൽ നിന്ന് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൈകുന്നേരം ഒരു 6:30 സമയത്ത് ഒരു 10,000-കണക്കിന് വവ്വാലുകൾ അവറ്റങ്ങൾ ഈ ആകാശത്ത് ഇങ്ങോട്ട് കിടന്ന് പറക്കും. ഒരു ഭീകരമായ കാഴ്ചയാണ് വൈകുന്നേര സമയങ്ങളിൽ. അത് ഒരു ദിവസം ഞാൻ പകലും ഇവറ്റങ്ങൾ വന്നു. അവിടെ ഒരു മരമുണ്ട്, അതുമ്മിലാണ് ഇത് ഞാൻ കിടക്കണത് വിറ്റങ്ങൾ. പിന്നെ വിറ്റങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഈ ആകാശത്തേക്ക് അങ്ങോട്ട് ഇവിടെയാണ് പറന്ന് നമ്മുടെ വീടിൻ്റെ അതിലേക്ക് ഇങ്ങനെ ഓടി അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. എന്താണ് വിറ്റങ്ങളുടെ ലക്ഷ്യമെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് വിറ്റകൾ വന്നു കൂടിയെന്നോ ആർക്കും ഒരു എത്തുമ്പിടിയില്ല. അതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഇല്ല ചേട്ടാ, എല്ലാ ദിവസവും ഒരു ഇറങ്ങില്ല. പക്ഷേ ഇറങ്ങണ ദിവസമല്ലേ നമ്മുടെ അതിൻ്റെ ആകാശത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭീകരമായ ശബ്ദം. ഇവിടെ പിന്നെ എപ്പോഴും എപ്പോഴും കൂടി ഉണ്ടാവും പൂച്ച. ഈ കൃഷി സ്ഥലത്ത് എപ്പോഴും ഉണ്ടാവും അവള്.
രണ്ടല്ലേ ഇതിൽ പിണ്ണാക്ക് കളിക്കണ്ടേ ചാണം? ഇതില് ചാണം മാത്രമേ കളിക്കില്ലോ, അത് കലക്കി ഒഴിക്കാൻ ചീരക്ക് ഇതിനൊക്കെ ആയിട്ടേ ഇടയ്ക്ക് കലക്കി ഒഴിക്കണ്ട ചാണം കലക്കി വെച്ചു കേട്ടാ വലിയ വട്ടയില്. തക്കാളി തക്കാളിയിൽ തന്നെ പിന്നെ പുതിന, പിന്നെ ഇവിടെ ഇതൊരു ടൈപ്പ് ചീര. ഈ ചീരയുടെ പേരെന്താ? അതൊരു തരം ചീരയാണ് കേട്ടത്, നമ്മൾ നട്ടിണ്ടത്. പിന്നെ ഇതിൻ്റെ അടുത്ത് മല്ലി, കരിങ്കോഴിയിലെ പെടകളാ കൂടുതല് മുട്ടി തുടങ്ങി എല്ലാം. പടക്കില്ല നോക്കിയേ, ഇല ചെയ്യാ മതി. ഇന്നാലും ഇന്നില്ല ചേട്ടാ എല്ലാലക്കും. എന്തരപ്പെടാ നമുക്ക് പണി ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ അടുക്കള തോട്ടം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളൊരു ധാരണയുണ്ടല്ലോ, അത് മാറ്റിയിരിക്കാൻ ഇവിടെ. വീട്ടിലത്തെ ആരെങ്കിലുമൊക്കെ പണിയെടുത്താലും ഇതുപോലെ വരും. ഇപ്പൊ 2 മാസം കഴിയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുത്തെ മാറ്റം ശരിക്കും അറിയാൻ പറ്റില്ല. 2 മാസം വേണ്ട, 1 മാസം കഴിയുമ്പോഴേക്കും അറിയാം. കൊള്ളിയും വാഴയും പൊങ്ങി കഴിയുമ്പോഴേ ഇതൊക്കെയും പയറതൊക്കെ ആകുമ്പോൾ അറിയാം, ശരിക്കും മാറ്റം വരും. അപ്പൊ നമ്മുടെ അല്ലജാന്റെ ഉള്ളി കൃഷി കണ്ടില്ലേ, വവ്വാലുകളുടെ ഒരു കൂട്ടങ്ങൾ കണ്ടില്ലേ, പിന്നെ നമ്മുടെ ഗോപ്ര തന്നെ കണ്ടില്ലേ. അപ്പൊ നിർത്തണം കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ കാണുവരെ നന്ദി, നമസ്കാരം.